നാം ഓരോരുത്തരും. സ്വന്തം വീടിനോടുള്ള ഇഷ്ടം ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയുള്ളൂ. എല്ലാ സന്തോഷത്തിന്റെയും വിളനില നമുക്ക് കുടുംബം തന്നെയാണ് എന്നതാണ് ഇതിന് കാരണം. ഇനി കുടുംബ വിശേഷങ്ങളിലേക്ക്. എൻ്റെ പേര് വിനു എന്നാണ്. ഞാൻ ജീവൻ ടി വിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഈ വീട്ടുകാരെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, കുടുംബങ്ങളെ പരിചയപ്പെടുന്ന ഒരു പരിപാടി. അതിനുവേണ്ടി വന്നതാണ്. അപ്പോൾ സാറിൻ്റെ കുടുംബത്തിനെയും പരിചയപ്പെടണം. സാറിൻ്റെ പേര്? എൻ്റെ പേര് ഒഫീഷ്യൽ പേര് ചെറിയാൻ പീറ്റർ എന്നാണ്. എന്താ സാർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ എസ്കോട്ടിൽ വർക്ക് ചെയ്യാണ്. എസ്കോട്ടിൽ മൊബൈൽ കമ്പനിയിൽ. അതെ. ഇവിടെ എന്താ സാറിന് എന്താണ് എവിടെ എന്താ ചെയ്യുന്നത്? ഞാൻ ഹൈക്കോടതിയിൽ വെഹിക്കിൾസിൻ്റെ ചുമതലയുള്ള കോർട്ട് ഓഫീസറാണ്. അത് ശരി. എവിടെ സ്ഥലം ശരിക്ക് വൈപ്പിൻകരയിൽ ചെറായി എന്ന് പറയും. ചെറായിൽ ഒരു പരമ്പരാഗത ഗൗഡശാസ്ത്ര കുടുംബത്തിൽ ആണ് ജനിച്ചു വളർന്നത്. അച്ഛൻ്റെ പേര് ഗോപാലവാദ്യർ എന്നാണ്. ഞങ്ങളെ തലമുറകളായിട്ട് ശരിക്കും പുരോഹിത വൃത്തിയാണ്. പക്ഷേ അച്ഛനായിട്ട് മുതൽ അത് അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരി. പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെറായിലെ രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ. അത് കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം ഡിഗ്രി വരെ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ തേവര സെക്രട്ടേറിയറ്റ് കോളേജിൽ. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകമായിരുന്നു. ഈ അധ്യാപകൻ എന്നുള്ള ആ ഒരു അധ്യാപകനായിരുന്നപ്പോഴേ താല്പര്യം കൊണ്ട് തന്നെയാണോ അത് പഠിക്കാൻ പോയിരുന്നത്? അല്ല, പഠിപ്പിക്കാൻ പോയിരുന്നത്? പഠിപ്പിക്കാൻ രണ്ട് കാര്യം ഉണ്ടായിരുന്നു. പഠിപ്പിക്കലും ഇഷ്ടമാണ്, കൂട്ടത്തിൽ നമുക്കൊരു വരുമാനം വേണം. അതെ. നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു സ്ഥിരം തൊഴിലാകുന്നവരെ ഒരു നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു മാർഗം നിലക്കാണ് ഇത് നടത്തിയത്. പരമ്പരാഗതമായിട്ട് ഒരു മറ്റേ വാദ്യാവൃത്തി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു തൊഴിലേക്ക് തിരിയാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? ശരിക്ക് ആ ടെൻഡൻസി എൻ്റെ അച്ഛനായിട്ട് നിന്നതോടുകൂടി ഞങ്ങളിലും ആ വാസന ഇത്തിരി കുറഞ്ഞു വന്നിരുന്നു. മാത്രമല്ല, ഇത്തിരി വിദ്യാഭ്യാസത്തിൽ വീട്ടിൽ ഉള്ളതിൽ ഇത്തിരി കൂടി മെച്ചപ്പെട്ട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ഇത്തിരി കൂടി മെച്ചമുള്ള ഒരു ജോലിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹമായിരിക്കാം ഒരുപക്ഷെ ഇത്തരം ചിന്തകൾ പിന്നീട് വരാതെ ഇരിക്കാൻ കാരണം. ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്ത് കരിയർ ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യമായിരുന്നു? കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് മറ്റേ ത്രില്ലിങ് എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ നിറഞ്ഞു നിൽക്കണം, അത് ലൈഫ് മുഴുവനും ആ ചിന്ത തന്നെയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് മറ്റേ രാഷ്ട്രീയത്തിൻ്റെ ഒരു പരിവേഷത്തിലായിരുന്നു കോളേജ് വിദ്യാഭ്യാസം കഴിച്ചു കൂട്ടിയത്. എസ്പെഷ്യലി ഡിഗ്രി വരെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയിലെ ഭാരവാഹിയായിട്ടായിരുന്നു നടന്നത്. ഈ പാരമ്പര്യം കുറച്ചൊരു അതൊക്കെ അങ്ങനെയുള്ളൊരു ഫാമിലി ആയിരുന്നല്ലോ. അപ്പോൾ ഈ പൊളിറ്റിക്സോട് ബന്ധപ്പെടുന്നതും കോളേജിൽ അങ്ങനെ അത്തരം കാര്യങ്ങൾക്കൊക്കെ വീട്ടിൽ താല്പര്യം അവർ എതിർപ്പോലും പ്രകടിപ്പിച്ചിരുന്നു? വീട്ടിൽ അത്ര താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് നല്ല വഴിക്ക് പോകൂ എന്നുള്ള വിശ്വാസം എൻ്റെ വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പരിധിവരെ അവർ കൂടുതൽ നിയന്ത്രിക്കാൻ പോയില്ല. കാരണം ഞങ്ങളുടെ ജീവിതചര്യ അനുസരിച്ച് പരിധി ലംഘിച്ച് പോകില്ല എന്നുള്ള വിശ്വാസം അത് ഞാൻ കാക്കുകയും ചെയ്തു. അതുകൊണ്ട് അത്തരം പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. അച്ഛനൊക്കെ ഇത്തരം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതിനോട് അച്ഛൻ്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? അച്ഛന് ശരിക്ക് ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ചെറായിലൊരു ക്ഷേത്രമുണ്ട് ഞങ്ങളുടെ, ശ്രീവരാഹ ദേവസ്വം ക്ഷേത്രം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അച്ഛൻ താല്പര്യം കാണിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലും ഈ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെടുന്ന ഫീൽഡായിട്ട് കണക്ഷനുകളുണ്ട്. അച്ഛൻ അത് കൂടുതൽ വിലക്കാൻ പോയില്ല. അത് ശരി. ചേട്ടൻ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ഇതായിട്ടാണല്ലോ. അപ്പോൾ അവരുടെ ഈ സമുദായത്തിന് ആചാരങ്ങൾ പലതും വ്യത്യാസമായിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം കല്യാണത്തിന്, അതുപോലെ മറ്റ് പിറന്നാൾ, അങ്ങനെ പലതും വ്യത്യാസമുള്ളൊരു ഇതായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ ആ ആചാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കല്യാണവും അതുപോലെ? തീർച്ചയായിട്ടും ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് തന്നെയാണ്. അതായത് പാലായിടത്താണ് എൻ്റെ വൈഫ് ഹൗസ്. ഇപ്പോൾ താമസിക്കുന്നത് ഇപ്പോൾ പാലായിടം തന്നെയാണ്. അപ്പോൾ അവിടെ അവരും വിദ്യാഭ്യാസപരമായി വളരെ മുന്നോക്കം നിൽക്കുന്ന ഫാമിലിയാണ്. അപ്പോൾ അവർ ആചാരങ്ങൾക്കൊന്നും ലംഘനം വരുത്താതെ തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം പോയിട്ടുള്ളത്. ചേട്ടന് സ്വന്തം ഭാര്യയുടെ സൗന്ദര്യ സങ്കല്പങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ടോ? അങ്ങനെ ഒരു സൗന്ദര്യ സങ്കല്പങ്ങൾ വേണമെന്നൊക്കെ? അങ്ങനെ അമിതമായ സൗന്ദര്യം അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല. നമ്മൾ തിയറിയും പ്രാക്ടിക്കലും രണ്ടും കണ്ടല്ലേ.
അപ്പോൾ നമ്മൾ ഭാവന കാണുമ്പോൾ ഒരുപാട് സിനിമകൾ കാണുന്നു, സൗന്ദര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സിനിമയിൽ വരുന്നു. പക്ഷെ അത് ജീവിതമല്ല, അത് തിയറിയാണ്. ജീവിതം മറ്റൊന്നാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ സൗന്ദര്യം എന്നുള്ള സങ്കല്പത്തിന് ഇത്തിരി പരിമിതികൾ. ഇപ്പോൾ ഭാര്യയും കുട്ടികളും ഒക്കെ ഇന്ന പോലെ വസ്ത്രം ധരിക്കണം, ഇന്ന പോലെ മുടി ചീന്തണം, അങ്ങനെയുള്ള വല്ല ഇതും താല്പര്യങ്ങളുണ്ടോ? ആദ്യകാലത്തുണ്ടായിരുന്നു. വിവാഹം കഴിച്ച ആ ഘട്ടത്തിൽ ഒരു ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒരു ഭാര്യ തന്നെ ഒരു പരമ്പരാഗതമായ രീതിയിലായിരുന്നു മുടി ചീകിയിരുന്നത്. അത് ഞാനായിട്ട് തന്നെ താല്പര്യം കാണിച്ചിട്ട് തിരുമുടി മോഡേൺ ആണെന്ന് തോന്നിക്കുന്ന വിധത്തിലാവാം എന്നൊരു പരിഷ്കാരം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഞാൻ ഒരു കാര്യത്തിലും നിയന്ത്രണത്തിലില്ല. ആ പറഞ്ഞത് വൈഫിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ വളർത്തുക എന്നുള്ളത് പൊതുവെ അവരെയൊക്കെ നോക്കി നടത്തുക എന്നുള്ളത് സാധാരണ ഭാര്യമാർ ചെയ്യുന്നൊരു കാര്യമാണ്. അതിൽ സാറിൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവാറുണ്ടോ? സാറ് ഇൻവോൾവ് ചെയ്യാറുണ്ടോ? അത് സത്യത്തിൽ ഒരു കുടുംബം നിലക്ക് നോക്കുകയാണെങ്കിൽ ഭാര്യ മാത്രമായിട്ട് ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല ഒരു കാര്യം. ഒരു കൂട്ടായ ഇതിൽ മാത്രമേ നല്ലൊരു ദാമ്പത്യ ബന്ധമായിട്ട് പോകാൻ പറ്റുള്ളൂ. ഇന്ന കാര്യം ഭാര്യ തന്നെ ചെയ്യണം, ഇന്ന കാര്യം ഭർത്താവ് തന്നെ ചെയ്യണം എന്ന് നമ്മൾ നിഷ്കർഷിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഭാവിയിലാണെങ്കിൽ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും സങ്കല്പിക്കാതെ ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് രണ്ടു കൂട്ടരുടെ ഉത്തരവാദിത്വത്തിലാണ് എല്ലാം നടത്തേണ്ടത് ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഇപ്പോൾ നമ്മൾ കുടുംബകാര്യങ്ങളാണ് സംസാരിക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത്. അത് പോരാ, വൈഫിനെയും കുട്ടികളെയൊക്കെ വിളിക്കണം. തീർച്ചയായിട്ടും വിളിക്കാം. മഞ്ജു, ഈ കോളേജിൽ നിന്ന് വിട്ടിട്ട് പിന്നെ രാഷ്ട്രീയം ഉണ്ടായില്ലേ? ഇല്ല, പിന്നെ കോടതിയല്ലേ. അതെ, വൈഫാണത്. ഹലോ, ഞാൻ വിനു. ഞങ്ങൾ ഈ വീട്ടുകാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. സാറ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, പണ്ടത്തെ കാലത്തൊക്കെ ഈ ആചാരങ്ങളും ഒക്കെ ഉള്ള ഫാമിലി ആയിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അതൊക്കെ ഉണ്ടായിരുന്നു, സാറിൻ്റെ കാലൊക്കെ ആയിരിക്കും കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ചേച്ചി അങ്ങനെ ഒരു ഫാമിലി തന്നെയാണോ ഇത്തരം ആചാരങ്ങളൊക്കെ ഉള്ള? അല്ല, അച്ഛൻ വാദ്യകാരില്ലായിരുന്നു. റാവു കുടുംബത്തിൽ. അത് ശരി. കൊല്ലത്താ അച്ഛൻ്റെ വീട്. അത് ശരി. ചേച്ചിയുടെ നാട് എറണാകുളത്ത് തന്നെയാണോ? അല്ല, കൊല്ലത്തായിരുന്നു അച്ഛൻ്റെ വീട്. പിന്നെ അച്ഛനും അമ്മയും എറണാകുളത്ത് സെറ്റിലായി. അങ്ങനെ ഞങ്ങള് ജനിച്ചതും വളർന്നതൊക്കെ എറണാകുളത്താണ്. പഠിച്ചതൊക്കെ അവിടെ തന്നെയായിരുന്നു. ചേച്ചി എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെ? ജില്ലാ പഞ്ചായത്തിൽ. അത് ശരി. ഇവിടെ തന്നെയാണോ? കാക്കനാട്. അപ്പോൾ കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞു. ഈ കുട്ടികളെ നോക്കുന്ന കാര്യത്തിലും ഫാമിലിയുടെ കാര്യത്തിലൊക്കെ ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ആണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ആ കാര്യത്തിലൊക്കെ സാറ് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു? ചേച്ചി, ചേട്ടൻ നേരത്തെ ചേട്ടൻ്റെ സൗന്ദര്യ സങ്കല്പങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതായത് ചേച്ചിയുടെ മുടി ചീന്തിയിരിക്കുന്ന കാര്യത്തിൽ ചെറിയ മാറ്റം വരുത്തിയെന്നൊക്കെ. ഇത്തരം കാര്യങ്ങളൊക്കെ മുടി ചീന്തിയിരിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സാരി എടുക്കുന്ന കാര്യത്തിലൊക്കെ ചേട്ടൻ ശ്രദ്ധിക്കാറുണ്ടോ? കല്യാണത്തിന് മുമ്പ് മുടി ഇങ്ങനെ കുറച്ച് മുകളിൽ ഇങ്ങനെ കെട്ടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ ഞാൻ കെട്ടുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ. അതുപോലെ വേറെ വ്യത്യാസമൊന്നും ഇല്ലായിരുന്നു. അതുപോലെ ഇപ്പൊ കുട്ടികളുടെ ഉടുപ്പ് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ നന്നായിട്ട് ഡ്രസ് ചെയ്യണം എന്ന് പറയാറുണ്ട്. അതുപോലെ തിരിച്ചിങ്ങോട്ട് ചേട്ടൻ പറയാറുണ്ട്. എന്താ പറയാറ്? മിക്കവാറും നല്ല ഷർട്ടൊക്കെ എടുത്ത് ഞാൻ തന്നെ കൊടുക്കാറ്. അതെ, ചേച്ചി തന്നെയാണ് സെലക്ട് ചെയ്യാറ്. അത്തരം സെലക്ഷൻസ് ഒക്കെ നല്ലതാണോ ചേട്ടാ? നല്ല സെലക്ഷനാണോ? തീർച്ചയായിട്ടും. കാരണം പുരുഷന്മാരുടെ സ്വന്തം സങ്കല്പത്തെക്കുറിച്ച് പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് പറയാൻ കഴിയും. തിരിച്ചും നമുക്ക് സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്കുള്ള അഭിപ്രായത്തെക്കാളും നല്ല അഭിപ്രായം പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുകാർ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് കറക്റ്റാണ്. ഇപ്പം ഈ കുട്ടികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ചേട്ടൻ എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ? അതോ ചേട്ടൻ? പിന്നെ കുറെ ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. ഞാനും ജോലി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ അമ്മയെ നോക്കാറ്, 2 കുട്ടികളെ അമ്മയെ നോക്കാറ്, അമ്മയുടെ അടുത്ത് ആകിയാ പോകാറ്. പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒരു റെസ്റ്റ് കൊടുക്കാറ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച്. ആ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് കുട്ടികളെയൊക്കെ നോക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ മുത്തശ്ശിമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് എത്ര കണ്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ തോന്നുന്നത്? അത് ഹെൽപ്പ് ചെയ്യും. ഞങ്ങളുടെ കാര്യത്തിൽ 100% അത് വിജയമായിരുന്നു. കാരണം എന്താ അറിയുമോ, ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നു. ലീവ് എടുത്തിരുന്നാൽ ഒരു പരിധി വരെ ലീവ് എടുത്തിരിക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇപ്പോൾ മൂത്ത കുട്ടിക്ക് 10 വയസ്സ് കഴിഞ്ഞു. 10 വയസ്സായിപ്പോൾ ഈ ഡിസംബർ 1-നാണ് ബർത്ത്ഡേ. മോനാണെങ്കിൽ 5 വയസ്സായി. ഇപ്പോൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഞങ്ങൾ ജോലിക്ക് പോകുന്ന ദമ്പതികളുടെ നിലക്ക്
പരിമിതികളുണ്ട്. അവരുടെ നല്ല രീതിയിലുള്ള വളർച്ചയിൽ പങ്കുവയ്ക്കുന്നതിന് ഇത്തിരി പരിമിതിയുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ വീട്ടിൽ മുത്തശ്ശി, അതായത് അയ്യാന്ന് വിളിക്കുന്ന കുട്ടികളെ അയ്യാന്ന് വിളിക്കുന്ന മഞ്ജുവിൻ്റെ അമ്മയാണ് നിർണായക പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ മക്കളുടെ തുടർന്നുള്ള കരിയറിലും ഈ കാര്യങ്ങൾ ക്യാരക്ടർ മേക്കിങ്ങിലും എല്ലാത്തിലും വളരെ നിർണായകമായിരിക്കും. ഇപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആകുമ്പോൾ ചില പ്രത്യേക സമയത്തെങ്കിലും കുട്ടികൾക്ക് വേണ്ട പോലെ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അത്തരം സന്ദർഭങ്ങളിൽ ഈ മുത്തശ്ശിയുടെ ഒരു പ്രസൻസ് അവർക്ക് സന്തോഷം അല്ലെങ്കിൽ അത് ഹാപ്പി ആയിട്ടിരിക്കാറുണ്ട് അവർ. തീർച്ചയായിട്ടും പലപ്പോഴും കുട്ടികൾ കൂടുതൽ നേരം അച്ഛനമ്മമാരെക്കാളും കൂടുതൽ സമയം മുത്തശ്ശിയുമായിട്ടാണ് സത്യത്തിലൂടെ ചെലവഴിക്കാൻ പറ്റാറ്. കാരണം ക്ലാസ് ടൈം ആണെങ്കിൽ ഒരു കുട്ടിക്ക് 2:30 മണിയാകുമ്പോഴേക്ക് തീരും. മറ്റൊരു കുട്ടി 4 മണിയാകുമ്പോൾ, മോൻ ഉച്ചക്കാണ് ക്ലാസ് തുടങ്ങുന്നത്, 4 മണിയാകുമ്പോൾ മടങ്ങിയെത്തും. ഈ 2 ഘട്ടത്തിലും ഞങ്ങൾ ജോലി സ്ഥലത്താണ്. തീർച്ചയായിട്ടും അവരുടെ മടങ്ങിവരുന്ന സമയം വളരെ നിർണായക സമയം. അവരെ പഠിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിനുള്ളിൽ അവർ വളരെ കിടപ്പായിട്ട് അല്ലെങ്കിൽ ക്ഷീണിതരായിട്ട് വരുമ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കാൻ ആ നേരത്തെ മുത്തശ്ശിയെ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് അവരുടെ എല്ലാ കാര്യങ്ങളിലും അത് എന്നും നിർണായക പങ്കായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അങ്ങനത്തെ സമയങ്ങളിൽ മുത്തശ്ശിയല്ല ഞാനാണ് ഇരിക്കേണ്ടതെന്ന് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ജോലി ഉള്ളതുകൊണ്ട് ആ ആഗ്രഹമൊക്കെ മറച്ചു വെച്ചു. ഇപ്പൊ ജോലി ഉണ്ടാവുകൊണ്ടാണ് ചേച്ചിക്ക് കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെന്ന് പറഞ്ഞു. ജോലി ഇല്ലായിരുന്നെങ്കിൽ അത് കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക നില എങ്ങനെ ബാധിക്കുമായിരുന്നു? അല്ലെങ്കിൽ അത് എന്താ ചേട്ടൻ പറയുന്നത്? തീർച്ചയായിട്ടും ബാധിക്കും. കാരണം ഇപ്പോൾ ന്യൂക്ലിയർ കുടുംബങ്ങൾ എല്ലാം കഴിയുന്നത് ഒറ്റ ആളുടെ വരുമാനം കൊണ്ട് മാത്രം ഒരു സംതൃപ്തമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കൂട്ടായ ഒരു വരുമാനത്തിൽ മാത്രമേ സംതൃപ്തമായ രീതിയിൽ ഫ്യൂച്ചർ കെട്ടിപ്പടുക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ വൈഫ് രാജിവെച്ചിരുന്നെങ്കിൽ ഒറ്റയാളുടെ അതിൻ്റെതായ ലിമിറ്റേഷൻ വരുമായിരുന്നു. അതൊരു ബുദ്ധിമുട്ടാവും, തീർച്ചയായും വരുമായിരുന്നു. അതായത് നമ്മള് ഇനി കുട്ടികളെ മുത്തശ്ശി ഒരടുത്ത മുറിയിൽ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് പോകാം, അവരെ കാണാം. ആയിക്കോട്ടെ. അമ്മ നമസ്കാരം. മോളാണ്. ഞങ്ങള് ടി വിന്നാണ്. അപ്പൊ അമ്മയെ കുറിച്ച് ഭയങ്കര അഭിപ്രായമാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ കുട്ടികളെ വളർത്തുന്നതിലൊക്കെ അമ്മയ്ക്ക് ഭയങ്കര പങ്കിട്ടായിരുന്നു. എന്താ അമ്മ അങ്ങനെ കഥകളൊക്കെ പറഞ്ഞോണ്ടായിരുന്നോ? ചിലപ്പോ കിടക്കാൻ നേരത്തെ കഥ ഈ വൈകുന്നേരങ്ങളിലൊക്കെ കഥ പറയുന്ന ഒരു സ്വഭാവമൊക്കെ നമുക്കിപ്പോ ഇല്ലാതെയാകുമല്ലോ. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുന്ന? അല്ല, ഞാൻ ആഹാരവും അവരുടെ ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ നോക്കുമല്ല. കഥ പറയാൻ തുടങ്ങിയാൽ പിന്നെ അവസാനം അത് ശരി. രാത്രി കിടക്കാൻ ഉറങ്ങാൻ നേരത്തെ പറയും. കഥ പറഞ്ഞൊക്കെ വെക്കാറുണ്ട്. അമ്മ വർക്കിംഗ് ആയിരുന്നു? അതല്ലേ. അപ്പൊ കുറെ കാലം വർക്ക് ചെയ്തിട്ടേ ഇപ്പൊ കുറച്ച് ഇപ്പോഴത്തെ ഒരു ജീവിതത്തിൽ എന്താ കുറെ കാലം വർക്ക് ചെയ്തു, ഇപ്പൊ ഒരു ഇതായിട്ടിരിക്കുന്നു. അപ്പൊ വർക്ക് ചെയ്യുമ്പോഴാണ് നല്ല സുഖം. രണ്ടും കൂടി നടക്കുമായിരുന്നല്ലോ, ഫ്രണ്ട്സിനെയൊക്കെ കാണും. ഇപ്പൊ അങ്ങനെയല്ല, ഒറ്റപ്പെട്ട ജീവിതമാണ്. അപ്പൊ ഈ കുട്ടികളിലേക്ക് ഒരു ഇടപെടലൊക്കെ വളരെ സ്കൂളിൽ പോകുമ്പോ വായിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. വായനാശീലം ഉണ്ടായിരുന്നു, അതിന് സമയം. മോള് പഠിക്കില്ലേ? എത്ര ക്ലാസ്സിലാണ്? ഏത് സ്കൂളിലാണ്? മോനോ? പേരെന്താ? പേരൊന്നും പറയും. വൈശാഖ്. UKG യിലാണ്? ഒരേ സ്കൂളിൽ ഒന്നിച്ചാണോ പോക്കൊക്കെ? അല്ല, 2 ടൈമാണ്. ഇവന് 12 മണിക്ക് 12:30 തുടങ്ങണം അവർക്ക് രാവിലെ. അത് ശരി. രാവിലെ നേരത്തെ 7 മണിക്ക് പോകും. ആ ടെൻഷനില്ലേ? കാരണം 2 പേരും ജോലിക്കാരാവുക, കുട്ടികളെ വളരെ നേരത്തെ പറഞ്ഞയക്കുക. മോളുടെ കാര്യത്തിൽ മാത്രമേ ഇത്തിരി അതുപോലെ വേണ്ടി വരുള്ളൂ. രാവിലെ 7 മണിക്ക് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പ് വേണ്ടി വരും. അപ്പൊ അതനുസരിച്ച് വൈഫിന് ഇത്തിരി കൂടി രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കേണ്ടി വരും. കാരണം അമ്മക്ക് മാത്രമായിട്ട് എല്ലാ കാര്യങ്ങളും പറ്റുന്നുണ്ടല്ലോ. അപ്പൊ സഹായം നിനക്ക് വൈഫിന് രാവിലെ എഴുന്നേറ്റ് ഇത് ചെയ്യും. ഇവരുടെ കാര്യത്തിന് ആ പ്രശ്നങ്ങളില്ല, നോർമൽ ടൈമാണ്. അപ്പൊ
അത് അമ്മ തന്നെയാണ് എല്ലാം നോക്കുന്നത്. അവന്റെ കാര്യം വരുമ്പോ ഞങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടാവും. സമയം ഉണ്ടാവില്ല. വൈകുന്നേരം വന്നു കഴിഞ്ഞാലും അങ്ങനെ ഇതൊക്കെ ഉണ്ടാവുമോ? വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവൾക്ക് ട്യൂഷന് നമ്മൾ വിടുന്നുണ്ട്. അപ്പൊ ട്യൂഷന് ഞാൻ പലപ്പോഴും ജോലി കഴിഞ്ഞ് വരാൻ താമസിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ വൈഫ് ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് മോളെ കൊണ്ടുവന്നത്. പിന്നെ ഇപ്പൊ ഈ അടുത്ത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഇതേപോലെ മോളെ കൊണ്ട് താമസിച്ചാണെങ്കിൽ പോലെ മോളെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ചേട്ടാ, ഒരു കാര്യം ഞാൻ വളരെ ശ്രദ്ധിച്ചു. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഏതൊരു ഭാഷ നിങ്ങൾ എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു സമുദായത്തിൽ ഭാഷയാണത്? അതെ അതെ, അത് കൊങ്ങണി ഭാഷ എന്ന് പറയുന്ന ഭാഷയാണ്. ഇത് കേരളത്തിൽ ലിപി അനുസരിച്ച് അത്ര വലിയ പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ ഇപ്പോഴും വർഷങ്ങളായിട്ട് ഈ ഭാഷ സംസാരത്തിലൂടെ വളരെ പ്രാധാന്യത്തോടുകൂടി നിലനിന്ന് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഈ ഭാഷയുടെ ഭയങ്കര സ്പീഡും പിന്നെ ഇതിന് കുത്തും കോമയില്ലാത്ത വിധത്തിലുള്ള രീതിയാണെന്ന് തോന്നുമ്പോ ഇത് കുറ്റം പറയുന്ന പോലെ തോന്നുന്ന ആളുകൾക്ക്. പക്ഷെ ഇതൊരു പ്രത്യേകമായ ലാംഗ്വേജ് ആണ്. എന്ന് വെച്ചാല് ഒരേ ഭാഷ കൂടി നമ്മൾ സമുദായത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാല് ഉപയോഗം വരും. പല ഘട്ടത്തിൽ ഇത് വേണ്ടി വന്നേക്കും. പിന്നെ ഇത് കുറ്റം പറയാൻ മാത്രമല്ല ഇത് ഉപയോഗിക്കുന്നത്, അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട്. പക്ഷേ ഇതിന് ഏതായാലും വളരെ നല്ലൊരു കുടുംബത്തിനെ പരിചയപ്പെടാൻ പറ്റിയില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കുടുംബത്തിനെ ജീവൻ ടി വി പ്രേക്ഷകർക്കായിട്ട് പരിചയപ്പെടുത്തിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നന്ദി. ചക്കോള ഫെയർനെസ് ഓയിലിന്റെ മായജനം എന്തെന്ന് നോക്കാമല്ലേ? മുഖത്തിൽ ആരെങ്കിലും ഓയിൽ